രാജിക്ക് മുമ്പ് നടന്ന രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങൾ കേരള ജനത കണ്ടതാണ്. മാണി രാജിവെച്ച ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ വാർത്താസമ്മേളനം ശ്രദ്ധേയമാണ്. മാണി ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാണിയോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടു എന്ന വാർത്ത തെറ്റാണ്. ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ നാണം കെട്ട ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. ഉമ്മൻചാണ്ടി ഇത് പറയുന്നത് ബാർക്കോഴ ശരിയായി അന്വേഷിച്ചാൽ അതിൽ കുടുങ്ങുന്നത് ഇനി ഉമ്മൻചാണ്ടി ആയിരിക്കും എന്നതുകൊണ്ടാണ്. മാണിയോടൊപ്പം കൈക്കൂലി വാങ്ങിയ മന്ത്രിയാണ് എക്സൈസ് മന്ത്രി ബാബു. ബാബു വാങ്ങിയതാകട്ടെ 10 കോടിയാണ്. അതിൽ 50 ലക്ഷം രൂപ മന്ത്രിയുടെ ഓഫീസിൽ ബിജു രമേശ് നേരിട്ട് കൊണ്ടു കൊടുത്തു എന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ CRPC 164 പ്രകാരം ബിജു രമേശ് മൊഴി നൽകി. ഇതേ തുടർന്ന് വിൻസെൻ്റ് ആൻഡ് പോളിന് 28/3/2015 1/4/2015 ഞാൻ കത്ത് നൽകി. എന്നാൽ വിൻസെൻ്റ് ആൻഡ് പോൾ ഇത് സംബന്ധിച്ച് യാതൊരു അന്വേഷണവും നടത്തിയില്ല. എൻ്റെ 28/3/2015 കത്തിന് മറുപടിയായി 31/3/2015 വിജിലൻസ് ഡയറക്ടറുടെ ഓഫീസിലെ പോലീസ് സൂപ്രണ്ട് ഈ കേസിൽ ശരിയായ തെളിവുകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കയില്ല എന്ന് എനിക്ക് മറുപടി നൽകുകയാണ് ഉണ്ടായത്. വിൻസെൻ്റ് ആൻഡ് പോളിൻ്റേതായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബാർക്കോഴ കേസിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നാണ്. മുഖ്യമന്ത്രി അത് നിഷേധിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിൻസെൻ്റ് ആൻഡ് പോളിന് മേൽ സമ്മർദ്ദം ചെലുത്തിയതിന് തെളിവുണ്ട് എന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഹൈക്കോടതിയും വിജിലൻസ് കോടതിയും ഉൾപ്പെടെ വിൻസെൻ്റ് ആൻഡ് പോളിനെ നിശിതമായി വിമർശിച്ചതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രി ബാബുവിന് 50 ലക്ഷം രൂപ ഓഫീസിൽ വെച്ച് നൽകിയെന്ന് 164 വകുപ്പ് പ്രകാരം പ്രസ്താവന നൽകിയിട്ടും ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താതെ പ്രാഥമിക അന്വേഷണം നടത്താൻ വിൻസെൻ്റ് ആൻഡ് പോൾ ഉത്തരവിടുകയായിരുന്നു. ലളിതകുമാരി കേസിന് ശേഷം പ്രാഥമിക അന്വേഷണം നടത്താൻ പോലീസിന് അവകാശമില്ല. ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താതെ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊണ്ടാണ്. പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാകട്ടെ അഴിമതിക്ക് പേരുകേട്ടയാളും. ഈ കേസിലും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സജീവമാണ്. ഏത് അഴിമതി ആരോപണം ഉയർന്നു വന്നാലും അതൊക്കെ തൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ചില്ലാതാക്കുന്ന മായാവിയാണ് ഉമ്മൻചാണ്ടി. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജനതയ്ക്ക് കോടതിയെ മാത്രമേ ആശ്രയിക്കാനാകൂ. ബാബുവിൻ്റെ ബാർക്കോഴ കേസിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി FIR ഇടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ ഇന്ന് കത്ത് നൽകിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കാലവിളംബമുണ്ടായാൽ ബാബുവിനെതിരെയുള്ള കോഴക്കേസിൽ കോടതിയെ സമീപിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സരിത, സലിംരാജ്, ബാർക്കോഴ എന്നിവയിലൊക്കെ പ്രതിയാകാൻ തെളിവുകളുള്ള മുഖ്യമന്ത്രി രാജിവെച്ചേ മതിയാകും. മാണി രാജിവെച്ചതുകൊണ്ട് തന്നെ മിസ്റ്റർ ഉമ്മൻചാണ്ടിയുടെ ആ പ്രസ്താവന കഥയില്ലാത്തതാണെന്ന് വന്നു കഴിഞ്ഞു. അത് സംബന്ധിച്ച് അതെ, അതിന് കാരണം മാണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ ചിന്ത ഉണ്ടായാൽ അതിൻ്റെ ശിക്ഷ ലഭിക്കേണ്ടി വരുന്നത്
ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മേലാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അതുകൊണ്ട് മാണിയെ ഇങ്ങനെ താലോലിച്ച് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥരാണ്, അങ്ങനെ ചെയ്തിരിക്കുകയാണ്. അതെല്ലാം നമുക്കറിയാമല്ലോ. അത് നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ലല്ലോ. കേട്ടില്ല നിങ്ങൾ പറഞ്ഞതിൻ്റെ. അവർ തമ്മിലുള്ള ഭിന്നത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും തരത്തിൽ അത് വർദ്ധിപ്പിക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും മുതലെടുക്കാനോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പാണിയാരെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇവരുടെ കൂടെ കുടുങ്ങി കഴിയുന്ന 2 പാർട്ടികളുണ്ട്. ആ 2 പാർട്ടിക്കാർക്ക് ഇപ്പോൾ ഈ അഴുക്ക് സെറ്റിൽ നിന്ന് പുറത്തു ചാടാൻ നല്ല സന്ദർഭമാണ്. ആ ആളുകളെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ പറയുന്നതെന്ന് പ്രമുഖരായ ഞങ്ങളുടെ നേതാക്കന്മാർ സ്റ്റേറ്റ്മെൻറ്റ് വഴി നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പി.ജെ. ജോസഫ് പറയേണ്ടതാണത്. നിങ്ങളുടെ ചോദ്യം മാത്രം മുഖവിലയ്ക്ക് ഞാൻ എടുക്കുന്നില്ല. ഏത്? അതെ, അദ്ദേഹം തള്ളിക്കോട്ടെ. അതെ അതെ അതെ, ശരിക്കും നന്ദി സൂചകമായിട്ട് സ്വീകരിക്കാവുന്നത് സ്വീകരിച്ചുകൊണ്ട് അവിടെ ചടഞ്ഞുകൂടില്ലേ. അവർ വരുന്നോ വരാതിരിക്കുന്നോ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങളുടെ ഓഫർ ഞങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കെ.എം. മാണിക്കെതിരെ പിന്നീട് കെ. ബാബുവിനെതിരെ ആരോപണം വന്നു. ഇത് കൂടാതെ 2 മന്ത്രിമാരുടെ പേരും കൂടി ആദ്യഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അവർക്കെതിരെയുള്ള അന്വേഷണം കൂടി ഇപ്പോൾ വേണമെന്ന് അങ്ങ് ആവശ്യപ്പെടുന്നു. ആരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളത് തെളിച്ചു പറഞ്ഞാലും. രമേശ് ചെന്നിത്തലയുടെയും ബി എസ് സുകുമാറിന്റെയും പേരുകൾ ചില ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. രമേശ് പറഞ്ഞിരുന്നു. ബിജു രമേശ് അതെ, കൂടുതൽ തെളിവുകൾ കെ. ബാബുവിനെതിരെ ബിജു രമേശ് പറഞ്ഞ സാഹചര്യത്തിൽ ബാർക്കോഴ കേസിൽ കോഴപ്പണം കൈപ്പറ്റിയ മുഴുവൻ മന്ത്രിമാർക്കെതിരെ നടപടി വേണമെന്ന് അങ്ങ് ആവശ്യപ്പെടുന്നു. അത് സ്വാഭാവികമാണല്ലോ. ബാർക്കോഴ കേസിൽ 1 കോടി 10 കോടി നേരിട്ട് 50 ലക്ഷം, പിന്നെ 10 കോടിയുടെ പോലെ തന്നെയുള്ളൊരു നല്ല തുക മുഖ്യമന്ത്രിക്കും കൊടുത്തു എന്നൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ള വസ്തുതകൾ. അതെല്ലാം വിശദമായ അന്വേഷണത്തിൽ കൂടിയാണ് തെളിയിക്കേണ്ടത്. അതെല്ലാം തെളിയിക്കുന്നതിന് വേണ്ടിയും തങ്ങളുടെ നിസ്വാർത്ഥമായ സത്യസന്ധമായ നിലപാട് കേരള ജനതയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുടെയും ചുമതലയാണ്. നാളെ 10 മുതൽ പാല വരെ പൗരസ്വീകരണം. നാണം കെട്ടവനും ആലും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ സ്വീകരണം കൊടുത്തു എന്ന് വരാം. ശരി, സന്തോഷം. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാണിയെ കൊണ്ട് രാജിവെപ്പിക്കാനും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി രാജിവെക്കാനും വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക്
തീരുമാനമെടുക്കുകയും അത് പത്രക്കാരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ആധികാരികമായ അറിയിപ്പ്. അത് വെള്ളാപ്പള്ളിക്ക് എതിരായിട്ട് ഉള്ള നിയമ നടപടി പിന്നെ എന്താ മൈക്രോ ഫിനാൻസിന് ഏതാണ്ട് ഒരു 2 ലക്ഷത്തിൽ പരം നമ്മുടെ സഹോദരിമാരെ അമ്മമാരെ അയാൾ കളിപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വ്യക്തമായ രേഖകൾ തെളിവുകളോടുകൂടി എൻ്റെ കൈവശം വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞെങ്കിലും ആ പറച്ചിൽ മാത്രമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് കോടതിയെ ആശ്രയിക്കേണ്ടതായിട്ട് വരും, അത് പിന്നെ തെളിയിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമസ്കാരം.